നടനും ബിഗ് ബോസ് താരവും മോഡലുമായ ഷിയാസ് കരീമിനെതിരെ ലൈംഗിക ചൂഷണവും സാമ്പത്തിക തട്ടിപ്പും ആരോപിച്ച് യുവതിയുടെ പരാതി. കൊച്ചിയിൽ താമസിക്കുന്ന യുവതിയാണ് പരാതിയുമായി പാലാരിവട്ടം പോലീസിനെ സമീപിച്ചത്. ഷിയാസ് കരീം 65 ലക്ഷത്തോളം രൂപ പലതവണയായി തട്ടിയെടുത്തുവെന്ന് പരാതിയിൽ പറയുന്നു. പണം തിരികെ ആവശ്യപ്പെട്ടപ്പോൾ നഗ്നദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. അതേസമയം താൻ ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നും പണം തട്ടിയിട്ടില്ലെന്നും ഷിയാസ് കരീം ന്യൂസ് 18 പറഞ്ഞു. പലരും സ്റ്റേഷനിൽ നിന്ന് തന്നെ കോൾ വന്നിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു പരാതി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു സാറേ ഞാനിവിടെ സ്ഥലത്തില്ല, ഒരു 3 ദിവസം കഴിയുമ്പോൾ ഞാൻ എത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് സ്റ്റേഷൻ വരെ വരണമെന്ന് പറഞ്ഞു. എനിക്കറിയാൻ നമ്മൾ ആരാണ് ആക്ച്വലി എന്താ സംഭവം എന്നൊന്നും എനിക്ക് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ ആക്ച്വലി ആരും ഭീഷണിപ്പെടുത്തിയിട്ടില്ല, ആരും പൈസ തട്ടിയെടുത്തിട്ടുമില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. പിന്നെ പൈസ തട്ടിയെടുത്തിട്ട് എന്താണ് ചെയ്യാനുള്ളത്? അപ്പൊ ഈ പരാതി നൽകിയ പെൺകുട്ടിയെ കുറിച്ച് അറിയില്ല, യുവതിയെ അറിയില്ല. എനിക്ക് ആരാന്ന് അറിയാൻ പാടില്ല. സത്യം പറഞ്ഞ എന്താ സംഭവം എന്നറിയില്ല. ഇനിയിപ്പോ ഇത് വല്ല പ്ലാൻ ചെയ്ത് എന്തെങ്കിലും അല്ല. നമുക്കിത് ആക്ച്വലി ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് കുറെ കോൺട്രവേഴ്സികളായിട്ടും പ്രശ്നങ്ങളായിട്ട് പോവാണ്. അപ്പൊ അതിന്റെ ഇടയിൽ നമുക്കിട്ട് ഇങ്ങനെ ഒരു ആർക്ക് വേണമെങ്കിലും പീഡന പരാതി കൊടുക്കാമെന്നുള്ളൊരു സമയമാണല്ലോ. എനിക്കറിയാൻ പാടില്ല സത്യം പറഞ്ഞ. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഇതിനു മുൻപും പല ആരോപണങ്ങളിലും ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. ഇതിനു മുൻപ് ലൈംഗിക ആരോപണ കേസ് ഉൾപ്പെടെ ഷിയാസ് കരീമിനെതിരെ ഉയർന്നു വന്നിട്ടുള്ളതാണ്. ഈ ഒരു പരാതിയുടെ അടിസ്ഥാനം എന്താണ് യുവതി പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്? ഇന്ന് രാവിലെയാണ് പാലാരിവട്ടം പോലീസിന് യുവതി പരാതി നൽകിയത്. പരാതിയിൽ പറയുന്നത് ഷിയാസ് കരീം തന്നിൽ നിന്നും പലപ്പോഴായി 49 ലക്ഷം രൂപ തട്ടിയെടുത്തു. അത് ആദ്യം കോഴിക്കോട് കുറച്ച് സ്ഥലം വാങ്ങുന്നതിന് വേണ്ടി, പിന്നീട് ഈ ഒരു ജിമ്മ് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് പണം വാങ്ങി. അതിൽ തന്നെ പാർട്ട്ണർ ആക്കാമെന്ന് പറഞ്ഞു. പക്ഷെ ആ പണം തിരികെ ചോദിച്ചപ്പോൾ ഇവർ തമ്മിലുള്ള ചില ദൃശ്യങ്ങൾ, അതായത് ചില നഗ്ന വീഡിയോകളടക്കം പോൺ സൈറ്റുകളിൽ പ്രദർശിപ്പിക്കും, അതോടൊപ്പം തന്നെ തന്റെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുമെന്ന് ഷിയാസ് കരീം ഭീഷണിപ്പെടുത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത്. 2018 ഷിയാസിനെ യുവതി പരിചയപ്പെടുന്നത്. ഇൻസ്റ്റഗ്രാമിലൂടെയാണ് യുവതി പരിചയപ്പെട്ടത്. അതിനുശേഷം 22 ഇവർ ഒന്നിച്ച് ലിവിംഗ് ടുഗദർ ആയിരുന്നു. പിന്നീട് ആ സമയത്ത് ഷിയാസ് വിവാഹിതരാണെന്ന് തനിക്ക് അറിവുണ്ടായിരുന്നില്ല. പിന്നീടാണ് ഷിയാസ് വിവാഹം കഴിച്ചു എന്ന് താൻ അറിയുന്നത്. യുവതി വിവാഹം കഴിച്ച് ഭർത്താവുമായി വേർപിരിഞ്ഞ് താമസിക്കുന്ന ഒരു ആള് കൂടിയാണ്. വിദേശത്താണ് താമസിക്കുന്നത്. ഷിയാസ് അവിടെ വരുമ്പോഴൊക്കെ കാണാറുണ്ട്, ഇവർ ഒന്നിച്ച് ജീവിക്കാറുണ്ട്, ഒന്നിച്ച് താമസിക്കാറുണ്ട്. ഷിയാസ് ഈ യുവതിക്ക് നൽകിയ വാഗ്ദാനം ജീവിത അവസാനം വരെ നോക്കിക്കൊള്ളാമെന്നാണ്. പക്ഷെ അത് വാഗ്ദാനങ്ങളെല്ലാം തെറ്റിച്ച് ഷിയാസ് മറ്റൊരു യുവതിയെ കല്യാണം കഴിച്ചു. ആ സമയത്താണ് തന്റെ പണം തിരികെ ചോദിച്ചത്. അപ്പോഴാണ് ഷിയാസിൽ നിന്നും ഭീഷണി നേരിട്ടതെന്നാണ് യുവതി പാലാരിവട്ടം പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. പക്ഷേ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഷിയാസിന്റെ ഭാര്യ പ്രസവിച്ചു. അതിനെ തുടർന്ന് ആശുപത്രിയിലാണ് ഷിയാസ്. ശേഷം സ്റ്റേഷനുമായി ബന്ധപ്പെടാമെന്നാണ് പോലീസിന് നൽകിയ മറുപടിയും. ആദ്യം ഷിയാസ് യുവതിയെ അറിയില്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും പിന്നീട് ഷിയാസ് ആ നിലപാട് തിരുത്തി. യുവതിയെക്കുറിച്ച് അറിയാം, തന്റെ മാതാവുമായി പരിചയമുള്ള, അല്ലെങ്കിൽ തന്റെ കുടുംബത്തിന് പരിചയമുള്ള ഒരു യുവതിയാണ്. തന്നിൽ നിന്നാണ് യുവതി നിരവധി തവണ പണം വാങ്ങിയത്. അത് തിരിച്ചു ചോദിച്ചതിന്റെ പ്രതികാരമായിട്ടാണ് ഇത്തരത്തിലൊരു തനിക്കെതിരായിട്ടുള്ള വ്യാജ പീഡന പരാതി എന്നാണ് ഷിയാസ് പറയുന്നത്. ആ കേസുമായി ബന്ധപ്പെട്ട്, അതായത് യുവതി പണം തട്ടിയതുമായി ബന്ധപ്പെട്ട് പെരുമ്പാവൂർ പോലീസിന് താൻ നേരത്തെ പരാതി നൽകിയിരുന്നു. അതിപ്പോൾ കോടതിയുടെ പരിധിയിലാണ് ആ തട്ടിപ്പ് കേസ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തനിക്കെതിരെ ഇപ്പോൾ വ്യാജ പരാതി വന്നിരിക്കുന്നത് എന്നുകൂടിയാണ് ഷിയാസ് കൂട്ടിച്ചേർക്കുന്നത്. നവമി, ഇതിനകത്ത് എന്തെങ്കിലും ഷിയാസിന്റെ പ്രതികരണത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? കാരണം ആദ്യം തനിക്ക് ഇങ്ങനെ ഒരാളെ അറിയില്ലെന്ന് പറയുന്നു, പിന്നീട് പരിചയമുണ്ടെന്ന് പറയുന്നു. പക്ഷെ ഇങ്ങനെയൊരു സംഭവം, കാരണം ഇത് നാളുകൾക്ക് മുൻപാണ് ഈ പരാതിക്ക് ആസ്പദമായിട്ടുള്ള സംഭവം നടന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പം ഇത്തരം ഒരു പരാതിയുമായി ഈ യുവതി രംഗത്തെത്താനുള്ള കാരണം എന്തായിരിക്കും? ബ്ലാക്ക് മെയിലിംഗ് ആണ്, ഷിയാസിൻ്റെ കയ്യിൽ നിന്ന് പണം തട്ടാനുള്ള ശ്രമമാണ് എന്നൊക്കെയാണ് ഷിയാസിൻ്റെ അടുപ്പമുള്ളവർ വ്യക്തമാക്കുന്ന കാര്യം. അങ്ങനെ ഈ ഒരു സംശയിക്കണോ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ? അതായത് ഈ പരാതിയും ഷിയാസിൻ്റെ പ്രതികരണവും ഒക്കെ പരിശോധിക്കുമ്പോൾ ഈ പരാതിക്ക് പിന്നിൽ മറ്റെന്തെങ്കിലും അസ്വാഭാവികത, ദുരൂഹതയുണ്ടോ? ടോം, ആദ്യം ഷിയാസ് ഈ യുവതിയെ അറിയില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ പിന്നീട് ആ നിലപാട് തിരുത്തിയതിന് കാരണം പിന്നീട് താൻ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിച്ചു. അപ്പോഴാണ് ഈ പരാതി നൽകിയത് താൻ നേരത്തെ പരാതി നൽകിയ യുവതിയാണെന്ന് മനസ്സിലായത്. അതോടുകൂടിയാണ് യുവതിയെ അറിയാം, അല്ലെങ്കിൽ താനും ഈ യുവതിക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട് എന്ന നിലപാടിലേക്ക്
ഷിയാസ് തിരുത്തിയത്. അതേസമയം ഈ യുവതിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ അല്ലെങ്കിൽ ഷിയാസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ പറയുന്നത് ഷിയാസിൽ നിന്നും പണം തട്ടാനുള്ള തന്ത്രമാണ് ഈ യുവതി മെനയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള വ്യാജ പീഡന പരാതി എന്നാണ് പറയുന്നത്. പക്ഷേ യുവതി പോലീസിന് ഇവർ തമ്മിലുള്ള ബാങ്ക് അക്കൗണ്ടിന്റെ സാമ്പത്തിക ഇടപാടിന്റെയും അതോടൊപ്പം തന്നെ ഇവർ തമ്മിലുള്ള മെസ്സേജ് അങ്ങനെയുള്ള ചാറ്റുകളുടെ വിശദാംശങ്ങളെല്ലാം പോലീസിനെ കൈമാറിയിട്ടുണ്ട്. പോലീസ് ഇപ്പോൾ കാത്തു നിൽക്കുന്നത്, അതായത് പെരുമ്പാവൂരിലുള്ള ഇവരുടെ കേസുമായി താരതമ്യപ്പെടുത്തിയതിനു ശേഷം ആ കേസിന്റെ സ്ഥിതി എന്താണ്, ഇതിൽ മറ്റെന്തെങ്കിലും ട്രാപ്പ് ഉണ്ടോ, അല്ലെങ്കിൽ യുവതി ഷിയാസിനെ ഭീഷണിപ്പെടുത്തുന്നതാണോ പണം തട്ടുന്നതിന് വേണ്ടി, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും കേസ് രജിസ്റ്റർ ചെയ്യുക എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഷിയാസിനെതിരെ പാലാരിവട്ടം പോലീസിൽ യുവതി പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഷിയാസ് ഈ ആരോപണങ്ങളെ പൂർണ്ണമായും നിഷേധിക്കുകയാണ്. ഈ യുവതി തന്നിൽ നിന്നാണ് പണം വാങ്ങിയത്, അത് തിരികെ കിട്ടാതായതോടുകൂടിയാണ് പരാതി നൽകിയത്. അതിന്റെ പ്രതികാരമായിട്ടാണ് തനിക്കെതിരെ വ്യാജ പീഡന പരാതി നൽകിയിരിക്കുന്നതെന്നാണ് ഷിയാസ് വാദിക്കുന്നത്. തീർച്ചയായും ഈ ഷിയാസിന് ഒരു പശ്ചാത്തലം കൂടി ഒന്ന് പരിശോധിക്കേണ്ടതാണ്. നമുക്കറിയാം, നമ്മളത് വിശദമായി ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. ഷിയാസിന്റെ വിവാഹത്തിന് തൊട്ട് മുൻപാണ് ഒരു പെൺകുട്ടി പരാതിയുമായി രംഗത്തെത്തുന്നത്. ഷിയാസ് കരീമിന് അന്ന് നിയമ നടപടികളൊക്കെ നേരിടേണ്ടി വന്നതാണ്. അതിനുശേഷം വിവാഹം കഴിക്കുന്നു. പിന്നീട് അദ്ദേഹത്തെക്കുറിച്ച് അത്തരം ഒരു പരാതികളൊന്നും ഉയർന്നു വന്നിരുന്നില്ല. പക്ഷേ ഇത് വിവാഹത്തിന് ശേഷമാണോ ഇത്തരമൊരു ബന്ധം ഈ യുവതിയുമായി തുടർന്നിരുന്നത്? അവരുടെ പരാതിയിൽ അതേക്കുറിച്ച് പരാമർശിക്കുന്നുണ്ടോ? ടോം, ആദ്യം ഷിയാസ് വിവാഹം കഴിക്കുന്നതിന് മുൻപാണ് യുവതിയുമായി പരിചയപ്പെട്ടത്. അവരങ്ങനെ ഒന്നിച്ച് താമസിച്ചു. യുവതിയെ ജീവിത അവസാനം വരെ നോക്കാം എന്ന് ഷിയാസ് വാഗ്ദാനം ചെയ്തു എന്നാണ് യുവതി നൽകിയ പരാതിയിൽ പറയുന്നത്. പിന്നീടാണ് ഷിയാസിന്റെ വിവാഹം കഴിഞ്ഞു എന്ന വിവരം താൻ അറിയുന്നതും. ആ സമയത്താണ് പണം തിരികെ ചോദിച്ചത്. അപ്പോഴാണ് ഇത്തരത്തിലുള്ള ഭീഷണി തുടർന്നതെന്നാണ് പരാതിയിൽ പറയുന്നത്. എന്തായാലും എന്താണ് ഇതിന്റെ നിജസ്ഥിതി എന്ന് കുറച്ചുകൂടി വ്യക്തമാകേണ്ടിയിരിക്കുന്നു. രാവിലെയാണ് യുവതി പരാതി നൽകിയിരിക്കുന്നത്. നേരത്തെയും ഷിയാസിനെതിരെ ഇത്തരത്തിലൊരു പീഡന പരാതി ഉണ്ടായിരുന്നു. അത് വിവാഹത്തിന് മുൻപായിരുന്നു. പിന്നീട് അതിന്റെ ചോദ്യം ചെയ്യലിനടക്കം ഷിയാസ് ഹാജരാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. എന്തായാലും അന്വേഷണത്തോട് സഹകരിക്കുമെന്നാണ് ഷിയാസ് പറഞ്ഞു വെക്കുന്നത്. തനിക്ക് എതിരെ ഈ നൽകുന്ന പരാതി അത് വ്യാജമാണ്, തനിക്ക് അങ്ങനെ പണം തട്ടിയെടുക്കേണ്ട ആവശ്യമില്ല, ഒരാളെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്നുകൂടി ഷിയാസ് പറയുന്നുണ്ട്. വ്യക്തമാണ്. എന്തായാലും സംഭവത്തെക്കുറിച്ച് പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. നമ്മൾ ഈ സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ടോ? അതിൻ്റെ സാഹചര്യങ്ങൾ പൂർണ്ണമായും പരിശോധിച്ച്, അതായത് വിശദമായ അന്വേഷണം നടത്തിയ ശേഷം മാത്രമായിരിക്കുമോ നടപടിയിലേക്ക് നീങ്ങുകയുള്ളൂ? പ്രത്യേകിച്ച് ഈ പരാതിക്കൊപ്പം മനസ്സിലാക്കുന്നതനുസരിച്ച് യുവതി ചില ദൃശ്യങ്ങളടക്കം, അതായത് ഷിയാസുമായി ഒന്നിച്ചുള്ള ഫോട്ടോകൾ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളടക്കം പോലീസിന് കൈമാറിയിട്ടുണ്ട്. കൃത്യമായ തെളിവുകൾ അവരുടെ പക്കലുണ്ട്. പക്ഷേ ഈ സംഭവത്തിന് പിന്നിലൊരു ബ്ലാക്ക് മെയിലിംഗ് ഉണ്ട് എന്ന് പോലീസ് സംശയിക്കുന്നുണ്ടോ? അതെല്ലാം വിശദമായി പരിശോധിച്ച ശേഷം മാത്രമായിരിക്കുമോ കേസും മറ്റ് നടപടികളും സ്വീകരിക്കുകയുള്ളൂ? ടോം, എന്തായാലും പെരുമ്പാവൂരിൽ ഒരു കേസുണ്ടെന്നാണ് പോലീസിനോട് ഷിയാസ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ കേസും കൂടി താരതമ്യം ചെയ്ത് നോക്കിയ ശേഷം, അല്ലെങ്കിൽ അതിന്റെ ഒരു അവസ്ഥ എന്താണെന്ന് പോലീസ് പരിശോധിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇതുവരെയും പാലാരിവട്ടം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇന്ന് രാവിലെയാണ് യുവതി പരാതി നൽകിയത്. ചില തെളിവുകളടക്കം, അതായത് ഇവർ തമ്മിലുള്ള ബാങ്ക് ഇടപാടുകൾ, വീഡിയോകൾ, മറ്റു ചില ചിത്രങ്ങൾ, ഇതെല്ലാം തന്നെ പോലീസിന് മുൻപിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇവർ തമ്മിലുള്ള ചാറ്റുകൾ, ഇതെല്ലാം പോലീസിന് തെളിവായി നൽകിയിട്ടുണ്ട്. എന്നാലും പോലീസ് പരിശോധിച്ച ശേഷം കേസ് എടുക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. നടനും മോഡലുമായ ഷിയാസ് കരീമിനെതിരെയാണ് യുവതി പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സാമ്പത്തികമായി ലൈംഗികമായും ചൂഷണം ചെയ്തെന്നാണ് പരാതി. പാലാരിവട്ടം പോലീസ് സംഭവത്തെക്കുറിച്ച് വിശദമായി പരിശോധിക്കുന്നുണ്ട്. തിരികെത്താൻ വേണ്ടി ശേഷം കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.